ഹലോ, വെൽക്കം ബാക്ക് ലേലൂസ് ലൈഫ്. അപ്പോൾ ഇന്നലെ രാത്രി 9 മണിയൊക്കെ ആയപ്പോൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. ഇതിനൊരു കാരണമുണ്ട്. എൻ്റെ സിസ്റ്ററിൻ്റെ മോന് വണ്ടി എടുത്ത്, അപ്പോൾ ഞങ്ങൾ നാട്ടിലൊക്കെ ഇങ്ങനെ കസിൻസ് എല്ലാവരും പറയും എന്തെങ്കിലുമൊക്കെ എടുത്താൽ പുതുതായിട്ട് എടുത്താൽ ചിലവുണ്ട് കേട്ടോ എന്നുള്ളൊരു പറച്ചിലുണ്ട്. അപ്പോൾ ഈ ഒരു പറച്ചിൽ സഹിക്കാൻ വയ്യാതായപ്പോൾ ഞങ്ങൾക്ക് ചിലവ് തരാനും വേണ്ടി അവന് കൊണ്ടുപോയതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം കേക്കത്തലയിലുള്ള ഈ തന്തൂർ ഹട്ട് എന്നുള്ളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടേക്കാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് കാണാമേ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ളവരുണ്ടോ? ഒരാൾക്ക് നല്ലത് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സാമിലൊക്കെ നല്ല മാർക്ക് കിട്ടിയിട്ട് പാസ്സാകുകയാണെന്നുണ്ടെങ്കിൽ ചിലവുണ്ട് കേട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ പറയും ചിലവുണ്ട് കേട്ടോ എന്ന്. അവർക്കൊന്നും വാങ്ങി കൊടുക്കാതെ നമ്മൾ അവരെ കൊണ്ട് ചിലവ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇവനാണ് കേട്ടോ വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ചിലവ് ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് കുറച്ച് ലേറ്റ് ആവും എത്താൻ. അപ്പോൾ കുട്ടികളാരും അടങ്ങി നിൽക്കണില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കുസൃതികൾ ഒപ്പിച്ചിട്ടാണ് അവരെ പിടിച്ചു വെച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തെത്തി. റുമാലി, അതേപോലെ തന്നെ ഷവായ, പനീർ ബട്ടർ, ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഫുഡ് കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡൊക്കെ. അപ്പോൾ ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വേറൊരു സർപ്രൈസ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു വേറൊരു കാഴ്ച കാണുന്നത്. എൻ്റെ സിസിൻ്റെ മോൻ തന്നെയാണ്. അവനും വൈഫും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി രാത്രി വന്നതാണ്. പക്ഷേ നമ്മളുള്ള വിവരമൊന്നും ഇവർക്ക് അറിയില്ല കേട്ടോ. ഏതായാലും അവരതിൻ്റെ ഉള്ളിലേക്ക് ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങളും തന്നെ വേറൊരു റൂട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. ഇതിൽ നമ്മളെ കൂട്ടത്തിൽ ഒരാളുടെ ബർത്ത്ഡേ ആണ്, എൻ്റെ ബ്രദറിൻ്റെ മോളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ പോയത് കുന്നുമ്മലിലുള്ള, അതായത് നമ്മളെ ഇതുണ്ടല്ലോ കളക്ട്രേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ ഉണ്ട് ഇങ്ങനെ ഒരു APM ബേക്കേഴ്സ് എന്നുള്ളൊരു ഷോപ്പുണ്ട്. അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ അവിടുന്ന് കേക്ക് വാങ്ങിയിട്ട് കട്ട് ചെയ്തിട്ട് അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ കേക്ക് സെലക്ട് ചെയ്യാണ്. അവിടുന്ന് ഒരു കേക്ക് സെലക്ട് ചെയ്തതിൻ്റെ ശേഷം ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള കേക്കുകളൊക്കെ ഉണ്ട് കേട്ടോ, പലതരത്തിലുള്ളുണ്ട്. നമുക്ക് ഏത് കേക്കാണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് കേക്കാണോ ഡിസൈൻ ചെയ്യേണ്ടത് അവരോട് പറഞ്ഞു കൊടുത്താൽ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ട് തരും. ഇപ്പോൾ തൽക്കാലം നമ്മൾ അങ്ങനെയൊന്നും ചെയ്യണില്ല. ഇവിടെ ഉള്ളൊരു കേക്ക് എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആഘോഷങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ ഇങ്ങനെ പാർട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ, വിവാഹം, അതേപോലെ തന്നെ ബ്രൈഡ് ടു ബി, ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അവർ ഏത് തീമാണോ വേണ്ടത് വെച്ചാൽ അതൊക്കെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇതൊക്കെ ഒരു ഡെമോ ആണ് കേട്ടോ ഈ കാണിച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ APM ബേക്കേഴ്സാണ്. ഒരുപാട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടേ. അപ്പോൾ അവർ സെറ്റാക്കി കൊണ്ടുവന്ന് ഹാപ്പി ബർത്ത്ഡേ പൂവിനൊക്കെ എഴുതിയിട്ട് അതിന്മേൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും അവൾ കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. വനിതകളെ, പുരുഷന്മാരെ, ജന്മദിന അപ്പം മുറിക്കുവാൻ സമയമായി. എല്ലാവരും സമീപത്തേക്ക് വരിക. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും ഓരോ പീസ് വായിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.